ഇതാണോ നീ ബാംഗ്ലൂരിൽ പോയി പഠിച്ച സംസ്കാരം? അമ്മയ്ക്ക് ഇതെന്താ? മിണ്ടിപ്പോരുത്. നിന്റെ ഷർട്ട് എന്തിയടാ? പോയി ഷർട്ട് എടുത്തിടാ. ഒരു കോമളം നടക്കുന്നു. ഇറങ്ങിപ്പോകാൻ നിന്നോട് ഇനി പ്രത്യേകം പറയണോ? നീ ഇങ്ങനെ കണ്ണീരൊലിപ്പിച്ചോണ്ട് ഇവിടെ നിന്നോ? കൺമുന്നിൽ വെച്ച് ജീവിതം നഷ്ടപ്പെട്ടോണ്ടിരിക്കുക. അത് ഓർമ്മ വേണം. എന്താ ഒരു പ്രതിവിധി? ഒറ്റ വഴിയുള്ളൂ. എന്താ അത്? അച്ഛൻ അമ്മയെ ഡിവോഴ്സ് ചെയ്യണം. അല്ലാതെ അമ്മയെ കൊണ്ടൊരു രക്ഷയില്ല. അമ്മ ഈ വീട്ടിലുള്ളിടത്തോളം കാലം സ്വസ്ഥമായിട്ട് എനിക്കും ഗീതുവിനൊന്നും പ്രേമിക്കാൻ കൂടെ പറ്റില്ല. എന്ന് വെച്ച് അമ്മ ഈ പ്രായത്തിലാണോടാ ഉപേക്ഷിക്കുന്നേ? അത് തന്നെയല്ല. നിനക്കറിയാമല്ലോ, അവളുടെ ആങ്ങളമാരെ എന്തിനും പോകുന്ന മല്ലന്മാരാ. രണ്ടും കളരിയാ. വയസ്സുകാലത്ത് ഞാൻ കൂമ്പിൽ ഇടികൊണ്ട് കിടക്കുന്ന കാണണോ നിനക്ക്? പിന്നെ എന്ത് ചെയ്യും? അംബിക എനിക്കൊരു വിഷയമല്ല. അച്ഛനെ അമ്മയൊന്ന് അടക്കി വെക്കി നിർത്താൻ പറ്റും? കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഞാൻ അതിനല്ലടാ ശ്രമിക്കുന്നേ. നടക്കത്തില്ല. അവളെ കണ്ടാൽ അറിയില്ലേ, അവൾ ഒതുങ്ങത്തില്ല. ഇക്കണക്കിന് പോലും തുടങ്ങിയ ഗീത ഇവിടുന്ന് പോവും. അമ്പിയെ പിന്നെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റില്ല. അറം പറയുന്ന വാക്കൊന്നും പറയില്ലടാ. കോടികളാ ഗീതുവിന്റെ പേരിലുള്ള സ്വത്ത്. അത് കണ്ടു മോഹിച്ചു പോയി ഞാൻ. എന്നാ അച്ഛൻ തന്നെ ഒരു മാർഗം പറ. നിന്റെ അമ്മയെ കുറച്ചു ദിവസം അവളുടെ വീട്ടിൽ പറഞ്ഞുവിടാനുള്ള മാർഗം എന്താണെന്ന് ഞാൻ നോക്കട്ടെ. ഇത് നിങ്ങളുടെ കളപ്പുരയ്ക്കൽ തറവാടല്ല, വരുന്നവരെ ആക്ഷേപിച്ചു വിടാൻ. ആക്ഷേപിച്ചാലും സഹിക്കും. അത് പെണ്ണ് കൊടുത്തവരുടെ മാന്യത. കൊടുത്തതല്ലോ, കെട്ടിയേൽപ്പിച്ചതല്ലേ. എന്നിട്ടും ഞങ്ങൾ ദേഷ്യമൊന്നും കാണിച്ചിട്ടില്ല. പൊന്നു പോലെയാ നോക്കണേ. എന്നാലും ഒരു സംശയം ബാക്കിയുണ്ട്. ആരുടെ കുഞ്ഞാ അവളുടെ വയറ്റില്? അർജുനൻ സമ്മതിച്ചില്ലേ? പിന്നെന്താ? എന്റെ അനിയനെ എനിക്ക് ശരിക്കറിയാം. അവന്റെ സമ്മതത്തിനകത്ത് ഒരു കള്ളത്തരം ഒളിച്ചു കളിക്കുന്നുണ്ട്. എന്ന് വെച്ച് പേടിക്കണ്ട. അവളോടൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഉണ്ടാകുന്ന കൊച്ചു കാക്കി കാണുമ്പോ കൈകാലിട്ടടിച്ച് അച്ഛാന്ന് വിളിക്കാതിരുന്ന മതി. വാക്കുകൾക്ക് മൂർച്ച കൂടുന്നു. യു ആർ ക്രോസിംഗ് ദി ലിമിറ്റ്. അല്ല, ഞാൻ ചില സംശയങ്ങൾ ചോദിച്ചതേ ഉള്ളൂ. ആർക്കും തോന്നാവുന്ന ചില സംശയങ്ങൾ. ഏട്ടാ, സുഖാണോ മോൾക്ക്? ഇവിടെ സുഖത്തിന് എന്താ ഒരു കുറവ്? മഞ്ചത്തിലേറ്റി കൊണ്ടു നടക്കുകയല്ലേ ഞങ്ങള്. ഏട്ടൻ വാ. സുഖവിവരം അന്വേഷിക്കാൻ വന്നിരിക്കുന്നു. ഒരു കൊച്ചിനെയും കൊടുത്ത് എന്റെ അനിയന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നു. ശവത്തിന് വാഴിക്കില്ല, വെച്ച് വാഴിക്കില്ല ഇവിടെ ഞാൻ. എന്താ അർജുന? ഒന്നും നടന്നില്ല. അബോർഷൻ അവള് സമ്മതിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ വേറെ മാർഗങ്ങളില്ലേ? പപ്പായും പൈനാപ്പിളും പോലെ നിസ്സാര വില കിട്ടുന്ന ടാബ്ലറ്റ് വരെയല്ലേ? എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്തൂടെ? കൊടുക്കാം, പക്ഷെ അതിനൊരു അവസരം ഒത്തു കിട്ടട്ടെ. കാലം കാത്തു നിൽക്കില്ല അർജുന.
അതുപോലെ തന്നെ കാശും കൈമറിഞ്ഞ് പോയതാ. ഒരു ഡീൽ ഉറപ്പിച്ചു വെച്ചിരിക്കും ഞാൻ. അത് തെറ്റിയാൽ നമ്മൾ സമാനം പറയേണ്ടി വരും. അറിയാലോ, അഡ്വാൻസ് കൈപ്പറ്റി കഴിഞ്ഞു, ഞാനും നീയും. എനിക്ക് കുറച്ച് പണം കൂടി വേണം. തരാം, ഇപ്പോഴല്ല, എല്ലാം കഴിഞ്ഞിട്ട്. 1-2 രൂപയല്ല, ലക്ഷങ്ങള്. വിശ്വസിക്കാവോ? വാക്കാൽ ഉറപ്പിക്കുന്ന കരാർ തെറ്റിക്കാത്തത് കള്ളക്കടത്തുകാർ മാത്രമാണ്. ഒരു വലിയ വാണിഭ സംഘത്തിലെ ചെറിയ കണ്ണികൾ മാത്രമാണ് നമ്മൾ. ഇതുവരെ നടത്തിയ കച്ചവടത്തിലൊന്നും പറ്റിക്കപ്പെട്ടിട്ടുമില്ല. ഇതേ ഒരു സത്യമുള്ള കച്ചവട, ചതിക്കില്ല. എന്താ മോളെ നിന്റെ മനസ്സിൽ? എന്തായാലും പറ. നിനക്ക് സുഖമാണോ അവിടെ? അറിയില്ല ഏട്ടാ, എന്താ ഇവിടുത്തെ അവസ്ഥയെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. നിന്നോട് ദേഷ്യം കാണിക്കുന്നുണ്ടോ? ഇല്ല, ഒരു വഴക്കും ഉണ്ടാക്കുന്നില്ല. അതാ എന്റെ പേടി. വന്ന ദിവസം ഒച്ചപ്പാടുണ്ടാക്കി, പിന്നെ ഒരുതരം വല്ലാത്ത സ്നേഹം. അർജുനോ? അർജുനേട്ടനും എന്നോട് സ്നേഹമാ. പക്ഷേ എല്ലാവരും അഭിനയിക്കുകയാണോന്നൊരു സംശയം ഏട്ടാ എനിക്ക്. എന്താ അങ്ങനെ തോന്നാൻ? എന്തോ കളിയാക്കലാണോ ഇവിടെ നടക്കുന്നൊരു തോന്നൽ. അതൊരു പക്ഷേ മോളുടെ ഈ അവസ്ഥയൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കാം. പിന്നെ എത്രയൊക്കെയായാലും കഴുത്തിലൊരു താലിയില്ലല്ലോ. താലി കെട്ടാന്ന് പറഞ്ഞു അർജുനേട്ടൻ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മോള് ജീവിക്കേണ്ടിയിരുന്നത്. ഇത്രയും വലിയ അബദ്ധം നീ കാണിക്കുമെന്ന് ചിന്തിച്ചില്ലല്ലോ ഏട്ടൻ. ഇപ്പോഴും എനിക്ക് വല്ലാത്തൊരു അതിശയമാണ് നിന്റെ കാര്യം ഓർക്കുമ്പോ. ഇനിയും നീ എന്തൊക്കെയോ മനസ്സിൽ മറച്ചു പിടിക്കുന്നുണ്ടോ മോളെ? ഒന്നുമില്ല ഏട്ടാ, ഇങ്ങനെയൊക്കെ ജീവിതം പോകുന്നവരങ്ങ് പോട്ടെ ഏട്ടാ. നിങ്ങൾ ആരും സങ്കടപ്പെടാതിരുന്നാ മതി. എന്റെ കാര്യം ചിന്തിക്കണ്ട. അങ്ങനെ ചിന്തിക്കാതിരിക്കാനാണെങ്കിൽ ഞാൻ ഓടി ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ. ശരിയാവും, എല്ലാം ശരിയാവും. എന്റെ അനിയത്തിക്ക് ഇവിടെ സുഖമാണോ ദുഃഖമാണോ എന്ന് പറഞ്ഞില്ല അവള്. സങ്കടമാണോ സന്തോഷമാണോ എന്ന് അറിയാൻ കഴിഞ്ഞില്ല എനിക്ക്. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക എന്റെ അനിയത്തിക്ക് വേണ്ടി, ഇവളെ കരയിക്കരുത്. ഹരി എന്താ ഈ പറയുന്നത്? ഞങ്ങൾ അവളോട് ചിരിച്ചുകൊണ്ടേ സംസാരിക്കാറുള്ളൂ. വയറ്റുകണ്ണിയായിരിക്കുമ്പോ കരയിക്കാൻ പറ്റുമോ? അല്ലേ ആശമോളെ? അതെ, അർജുന്റെ കുഞ്ഞല്ലേ അവളെ വയറ്റില്. ആണായാലും പെണ്ണായാലും അതിനെ പഠിപ്പിച്ച് IPS എടുപ്പിക്കണം. അതാ എന്റെ ആഗ്രഹം. ഞാനൊരു മനുഷ്യനാണ്, തിരിച്ചറിവുള്ളൊരു മനുഷ്യൻ. ഉപയോഗിക്കുന്ന വാക്കുകളിൽ പറയാതെ പറഞ്ഞു വെക്കുന്ന അർത്ഥങ്ങൾ എനിക്ക് മനസ്സിലാവും. അയ്യോ, ഞങ്ങൾ മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല. ഇവളോട് ഒരു ഇഷ്ടക്കുറവും ഞങ്ങൾക്കില്ല. ഞാനിത് വിശ്വസിക്കാം. ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്താ മതി, അനാഥയല്ല മൈന. ഇവൾക്ക് ഞാനുണ്ട്. അനിയത്തിക്ക് ഹൃദയത്തിൽ ഒരിടം മാറ്റിവെച്ചിട്ടുണ്ട് ഞാൻ. ഇവിടെ ജീവിതം ബുദ്ധിമുട്ടായാൽ ഏട്ടനെ വിളിക്കണം. വരും, വന്നു കൊണ്ടുപോകും. പത്രമൊക്കെ വായിക്കാറുണ്ടോ മനസ്സ? ഞാനിതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ടാ. ഞാൻ പൊളിറ്റിക്സ് ഒന്നും വായിക്കാറില്ല, ബിസിനസ് പേജ് നോക്കും. അതിലൂടെ എനിക്ക് ഇൻട്രസ്റ്റ്. മൈന നേരെ തിരിച്ചാ, സംഗീതവും സാഹിത്യവും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടായി? ഒരു ബാസ്റ്റേഡിന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഒരുപാട് അറിവ് വേണം.
ഏട്ടനായിരിക്കും. എങ്ങനെയുണ്ട് ഹരിയേട്ടാ? മൈന സുഖമായിരിക്കുന്നോ? കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും അവളോട് സ്നേഹമൊക്കെ തന്നെയാ. അർജുനോ? അവനെ കാണാൻ പറ്റില്ല. എന്നാലും പഴയ പോലെ ബഹളക്കാരനല്ലെന്ന മൈന പറഞ്ഞത്. ഒക്കെ ശരിയായി വരും. കുടുംബം കൊണ്ടെടുക്കാനുള്ള കഴിവുണ്ട് മൈനയ്ക്ക്. അർജുനന്റെ സ്വഭാവ ദൂഷ്യമൊക്കെ അവൾ മാറ്റിയെടുക്കും. അവര് മനസ്സ് തുറന്ന് മൈനയെ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് വിളിച്ചോണ്ട് ചെന്നതല്ലേ മോളെ, അതും ഗർഭിണിയായ അവസ്ഥയില്. ചില്ലറ പ്രശ്നങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. കാലക്രമേണ അതൊക്കെ മാറും. സ്നേഹിക്കാൻ മാത്രം തയ്യാറായ ഒരാൾ ചെന്നാൽ തീരാത്ത എന്ത് പ്രശ്നങ്ങളുള്ളത്? മൈനയ്ക്കത് കഴിയും. ഇനി എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിൽ കൂടുതൽ ഉദ്ദേശിക്കാനൊന്നുമില്ല. ഏറ്റവും മുകളിലത്തെ പടിയിലല്ല, രണ്ടാമത്തെയും മൂന്നാമത്തെയും പടികളില് നമ്മൾ എണ്ണ ഒഴിച്ചിടുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് ഇറങ്ങി രണ്ടാമത്തേതിൽ കാല് വെക്കുമ്പോ തന്നെ സ്ലിപ്പാവും. പിന്നെ ആള് കാരണം മറിഞ്ഞ് നിലത്ത് വന്ന് കിടക്കും. വയറിപ്പ കലങ്ങിന്ന് ചോദിച്ചാ മതി. ഇത് പണ്ട് കാലം മുതൽ അമ്മായിയമ്മമാര് മരുമക്കൾക്ക് കൊടുക്കുന്ന ഒന്നാം തരം പണിയല്ലേ. ഇവിടെ ഞാൻ നാത്തൂനായി പോയിന്ന് മാത്രം. തലയടിച്ചങ്ങാൻ വീണ ചത്തുപോവും. അങ്ങനെ മരിച്ചാലും നമ്മുടെ തലയിലാവില്ല. എണ്ണ ഒഴിച്ച സ്റ്റെപ്പ് ശരിക്കും തുടച്ച് വൃത്തിയാക്കിയ പോരെ. ആശാലത്തെ സൂക്ഷിക്കണേ, പുറകോട്ടേക്ക് മറിയല്ലേ. ഇനി ഞാൻ അകത്തേക്ക് പോവാ. മുത്തശ്ശൻ മൈനെ ഉറക്ക വിളിക്ക്. എന്നിട്ട് പെട്ടെന്ന് വരാൻ പറ. അവള് ഓടി ഇറങ്ങണം. ആ ശരി. മൈനെ, മൈന മോളെ, എന്താ? ഒന്ന് പെട്ടെന്ന് വന്നേ. എന്തേ? ഇങ്ങ് വാ, പറയാം. അയ്യോ മൈനെ, മോളെ മൈനെ. ആനക്കോല്ല. തലയിടിച്ചിട്ട് ബോധം പോയതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ എല്ലാവർക്കും സംശയം തോന്നും. പിടിക്കും. എന്താ ഗൗരി സംഭവിച്ചത്? കൃത്യമായിട്ട് അറിയണമെങ്കിൽ മൈനയ്ക്ക് ബോധം തെളിയണം. സ്റ്റെയർ കേസിൽ നിന്ന് വീണു എന്നാണ് ആശാലതയും ആ വയസ്സനും പറയുന്നത്. അത് എത്രമാത്രം വിശ്വസിക്കാന്ന് എനിക്കറിയില്ല. ഇപ്പൊ എന്താ മൈനയുടെ കണ്ടീഷൻ? ഞാൻ പറഞ്ഞില്ലേ, അൺകോൺഷ്യസ് സ്റ്റേജിലാ. ഹെഡ് ഇഞ്ചുറി ഒന്നുമില്ല. എക്സ്റേയിലും കുഴപ്പമൊന്നുമില്ല. റിക്കവറി ആവും. കുഞ്ഞ്? അത് കുറച്ച് പ്രശ്നം. നേരിയ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. അബോർഷനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. മൈ ഗോഡ്. അതിലെന്താ ഇത്ര വിഷമം? താങ്ക് ഗോഡ് എന്നല്ലേ പറയണ്ടേ? അത് നേരാ. എനിക്കൊന്ന് കയറി കാണാൻ പറ്റുമോ? ഇപ്പൊ കയറി കണ്ടിട്ട് എന്താ കാര്യം? അവൾക്ക് ബോധം തെളിയട്ടെ. എങ്ങനെയാ മൈന വീണത്? കാല് തെറ്റി വീണതാ. ഇറങ്ങി വന്നപ്പോഴോ അതോ കയറി പോയപ്പോഴോ? ഈ ഇറങ്ങി വന്നപ്പോ. അതെങ്ങനെ അറിയാം?
മുത്തശ്ശൻ വിളിച്ചപ്പോ ഇറങ്ങി വന്നതല്ലേ? ഞാൻ കണ്ടു നിൽക്കായിരുന്നു. എന്തിനാ വിളിച്ചത്? മോളിൽ ഒറ്റയ്ക്ക് മാറി നിൽക്കണ്ടെന്ന് വിചാരിച്ചു. മൈന ആദ്യമായിട്ട് സ്റ്റെയർ കേസ് ഇറങ്ങുന്നൊന്നുമല്ല. പിന്നെന്താ ഇങ്ങനെ സംഭവിക്കാൻ? അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? സ്റ്റെപ്പില് വെള്ളമോ മറ്റോ കിടന്നിരുന്നോ? തെന്നി വീഴാൻ പാകത്തില്? അതറിയില്ല. വീണ വഴി വാരി എടുത്തുകൊണ്ട് പോരുമായിരുന്നു. നിങ്ങൾക്ക് എന്താ ഒരു പരിഭ്രമം പോലെ? അത് കൊള്ളാം. ഒരു പെങ്കൊച്ച് ബോധമില്ലാതെ ഐസിയു കിടക്കുമ്പോ പരിഭ്രമിക്കാതെ പിന്നെ ഈ പോലീസ് മുറയിലുള്ള ചോദ്യങ്ങളൊന്നും ഞങ്ങളോട് വേണ്ട. നീലായിരുന്നോ വീട്ടില്? ഇപ്പൊ വന്നേ ഉള്ളൂ. വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇത്ര സമയമായിട്ട് കാര്യമായിട്ടും വിളിച്ചില്ലല്ലോ. ഇനി സീരിയസ് എങ്ങനെ ആയിരിക്കോ? ആണെങ്കിൽ ഒരു കാരണവശാലും ഏട്ടൻ വിളിക്കാതിരിക്കില്ല. എങ്കിൽ നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോയാലോ? എന്താണെന്നറിയാലോ? ഏട്ടനാ അറ്റൻഡ് ചെയ്യ്. ഏട്ടാ എങ്ങനെയുണ്ട്? ക്രിട്ടിക്കൽ സ്റ്റേജ് ഒന്നും അല്ല മോളെ, പേടിക്കണ്ട. പിന്നെ കുഞ്ഞിന്റെ കാര്യം ഡോക്ടർ തീർത്ത് പറഞ്ഞിട്ടില്ല. എന്തും സംഭവിക്കാം. അതെന്തെങ്കിലും ആവട്ടെ, അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, മയക്കം വിട്ടുമാറിയിട്ടില്ല. ബോധം തെളിയുമ്പോ അവളെ കണ്ട് ഞങ്ങളങ്ങ് വരാം. ഓക്കെ. എന്താ പറഞ്ഞേ? മൈനയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേ. ബോധം തെളിഞ്ഞു കഴിയുമ്പോ ഏട്ടനും ഗൗരിയേച്ചി ഇങ്ങ് വരും. അങ്ങോട്ട് പോണ്ടാന്ന്. പക്ഷെ കുഞ്ഞിനെ കിട്ടുന്ന ഒരു സംശയമാണെന്നാ പറഞ്ഞേ. അബോർഷന് സാധ്യതയുണ്ടെന്ന്. വിഷമമുണ്ടോ? ഒന്നുമില്ലേട്ടാ, തലയ്ക്ക് വല്ലാത്തൊരു ഭാരം പോലെ. അത് മരുന്നിന്റെ സെഡേഷനാ, മാറിക്കോളും. ബ്ലീഡിങ് അത് നിന്നു. ബട്ട് കുട്ടിയുടെ അവസ്ഥ എന്താണെന്നറിയില്ല. സ്കാൻ ചെയ്യണം. എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കോ? സംഭവിച്ചാ സംഭവിക്കട്ടെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ.